പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് വളരെ വേഗം സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായിട്ടൊരു ടൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ നമുക്ക് പറയാം മാനിഫെസ്റ്റേഷൻ. ഈ മാനിഫെസ്റ്റേഷനും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനും പല ആൾക്കാരും ഇത് അറിഞ്ഞ് ചെയ്യുന്നുണ്ട്, അറിയാതെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ആകുന്നുണ്ട്. ഇന്ന് കുറേ ആൾക്കാർ അത് അറിഞ്ഞ് ചെയ്ത് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ സമയം എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നെഗറ്റീവായിട്ട് സംഭവിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നെഗറ്റീവായിട്ട് നടക്കുന്നുണ്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സമയമെടുക്കുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കൂ ഇല്ല എന്നുള്ള സംശയം, ഇങ്ങനെയൊക്കെ ഇന്ന് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിക്വസ്റ്റാണ്, ഉറപ്പായും നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. ഈ വീഡിയോ മുഴുവനും കാണുക പ്ലീസ്. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടു കഴിഞ്ഞുള്ള ഗുണം ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. മാനിഫെസ്റ്റേഷൻ വളരെ വേഗം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം നിങ്ങളിലേക്ക് എത്തും. മാനിഫെസ്റ്റേഷൻ നടക്കും. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എല്ലാ ദിവസവും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതം തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി വന്നാലും അതെങ്ങനെ മാനേജ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ട്. ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് തരിക. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകാൻ, ആകർഷിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട 10 രഹസ്യങ്ങൾ, 10 സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. പലപ്പോഴും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകാൻ കാരണം എന്നറിയോ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്കറിയില്ല. നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം ഉണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലാവണം, എനിക്ക് ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അതാണ് വേണ്ടത്, എനിക്ക് ഇതാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കറിയാവോ, യൂണിവേഴ്സിന് വേണ്ടത് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ക്ലാരിറ്റി ഇല്ലാതെയാണ് യൂണിവേഴ്സിലേക്ക് കൊടുക്കണമെങ്കിൽ യൂണിവേഴ്സിനും അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു വ്യക്തത ഉണ്ടാവില്ല. അപ്പോൾ ക്ലാരിറ്റി ഈസ് പവർ എന്നാണ്. എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവോ അതിന് അത്രയും മാത്രം പവർ ഉണ്ടാവും. വീണ്ടും സൂചിപ്പിക്കുന്നു, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വ്യക്തത ഉണ്ടായിരിക്കുക. വളരെ വേഗം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ലൈഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അത് വിഷ്വലൈസ് ചെയ്യുക. എന്താണ്? ദൃശ്യവൽക്കരിക്കുക. ഇങ്ങനെ ദൃശ്യവൽക്കരിക്കണം, ഓൾ ദ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട്. ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് കാണുക. സീ ഇറ്റ്, നന്നായിട്ട് കാണുക. ലീവ് ഇറ്റ്, അതിൽ ജീവിക്കുക. നന്നായിട്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്ത് ജീവിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ഇന്നുള്ളതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ജീവിക്കുക. ഒപ്പം എല്ലാ ദിവസവും നിങ്ങളുടെ മൈൻഡിൽ ഇത് കാണണം, നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യണം. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നന്നായിട്ട് കാണുക. രണ്ടാമത്, ലീവ് ഇറ്റ്, അതിൽ ജീവിക്കുക. മൂന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും നിങ്ങളുടെ മൈൻഡിൽ ഇത് കാണണം. സോ പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യുക. മൂന്നാമത്തെ മേജർ സ്റ്റെപ്പ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എ സ്ട്രോങ് ഇൻറ്റൻഷനാണ്. എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലക്ഷ്യം മുന്നിൽ വെക്കണം. ലക്ഷ്യമില്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നൂലുപൊട്ടിയ പട്ടം പോലെ ആയിപ്പോവും. നൂലുപൊട്ടിയ പട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണ് പോകുന്നതോ എവിടെ വീഴുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവില്ല. സോ അത് എപ്പോൾ വേണോ വീഴാം, വീഴാതിരിക്കാം, എവിടെയെങ്കിലും പോവാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സെയിം തിങ്, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ല എങ്കിൽ
നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റില്ല. ആ ലക്ഷ്യത്തിന് നല്ലൊരു ഗോൾ ഉണ്ടാവുമല്ലോ, ആ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് എങ്ങനത്തെ സ്വപ്നമായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇളകാത്ത സ്വപ്നമായിരിക്കണം. ഇളകാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ ഇന്നൊരു സംഭവം കണ്ടു, ഓക്കെ എനിക്കത് മതി, അല്ലെങ്കിൽ നാളെ ഒരു സംഭവം കണ്ടു എനിക്കത് മതി, അങ്ങനെയല്ല. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ, ഒരു ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടോ, അത് എന്ത് വില കൊടുത്തും ഞാൻ സ്വന്തമാക്കും, ആ തരത്തിലുള്ള ലക്ഷ്യമായിരിക്കണം മുന്നിൽ വയ്ക്കേണ്ടത്. ഇളകാത്ത ലക്ഷ്യം, ഇളകാത്ത ഗോൾ. 4ാമത്തെ മേജർ സ്റ്റെപ്പ്, ഫീൽ ദ ഇമോഷൻസ് നൗ എന്ന് പറയുന്നത്. ഫീൽ ദ ഇമോഷൻ നൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ, അതൊരു ഫ്യൂച്ചറിനെ പറ്റിയായിരിക്കുമല്ലോ. ആ ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങളിൽ ഉള്ളതുപോലെ, ഇന്ന് നിങ്ങൾ അതിൽ ജീവിക്കുന്നത് പോലെ, അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ഫീലിങ്സും ഇമോഷൻസും ആണെന്ന് കിട്ടുന്നത്, അത് ഇന്ന് ഉള്ളതുപോലെ നമ്മൾ അനുഭവിക്കണം, ഈ നിമിഷം ഉള്ളതുപോലെ അനുഭവിക്കണം. അപ്പം എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ നിമിഷം എനിക്ക് ഉണ്ട് എങ്കിൽ അബണ്ടൻസാ ഉണ്ട്, എനിക്ക് ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷേ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ എനിക്കില്ലല്ലോ, ഇല്ലല്ലോ, എനിക്കത് വേണം, അതെനിക്ക് നേടിയെടുക്കണം, അതില്ല. ഇപ്പോൾ ഇല്ല വരുമ്പോൾ ഉള്ളിൽ എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് അതാണ് അട്രാക്റ്റ് ആവുന്നത്. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് അട്രാക്റ്റ് ആവുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത് എന്താ? എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം ഇന്ന് ഉണ്ട്. അതിൻ്റെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. എത്രമാത്രം ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമോ, എത്രമാത്രം സന്തോഷമാകാൻ പറ്റുമോ അത്രമാത്രം സന്തോഷമാവുക. എക്സൈറ്റ്മെൻ്റ് ആയിരിക്കണം. സോ എക്സൈറ്റ്മെൻറ്റ് നമുക്കറിയാലോ, എത്രത്തോളം എക്സൈറ്റഡ് ആവാൻ പറ്റുമോ അത്രത്തോളം എക്സൈറ്റഡ് ആവുക. ജസ്റ്റ് ഫീൽ ഇറ്റ്, നന്നായിട്ട് ഫീൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം നല്ല ഇഷ്ടമാണെങ്കിൽ ഐസ്ക്രീം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഐസ്ക്രീം കുടിക്കുന്നതായിട്ട് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്, ഐസ്ക്രീമിൻ്റെ ആ ഒരു തണുപ്പ് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തേ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇന്ന് ഐസ്ക്രീം ഉള്ളതുപോലെ നമ്മൾ ഐസ്ക്രീം കുടിക്കുന്നു, ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്, ഐസ്ക്രീമിൻ്റെ തണുപ്പ്, റൈറ്റ്? സോ അത് അത്രമാത്രം ഫീലോട് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഉള്ളതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കുക. 5ാമത്തെ മേജർ സ്റ്റെപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പാണ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്റ്റെപ്പും ഇതാണ്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എവറി ഡേ, അല്ലെങ്കിൽ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയാനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. ഈ നിമിഷം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നന്ദിയുള്ളവരാകണം. എന്താ? ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. ഈ നിമിഷം ഉള്ളതിന് നന്ദിയുള്ളവരാകുക. 2ാമത്തെ സ്റ്റെപ്പ്, ഇനി വരാൻ പോകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. 1 ഉള്ളതിന് നന്ദി പറയുക, 2 ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക. സോ എത്രമാത്രം നന്ദിയുള്ളവരാകുന്നുണ്ടോ അത്രമാത്രം കൂടുതൽ ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണലി ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നിങ്ങൾക്ക് പറ്റണം, നന്ദി പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഈച്ച് ആൻഡ് എവരിതിങ്ങിനും വേണ്ടിയിട്ട് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. 6ാമത്തെ മേജർ പോയിന്റ് ഞാൻ പറയാം. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫിനെ എടുത്ത് കളയുക. ആവശ്യമില്ലാത്ത വിശ്വാസമില്ലായ്മ കളയുക. സോ വിശ്വാസം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു തിങ്ങാണ്. കാര്യം എത്രമാത്രം നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കുന്നു, എത്രമാത്രം 100% വിശ്വസിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നിരിക്കും, വേറെ ഒരു മാറ്റവും. സോ വിശ്വാസമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്കിവിടെ. ഈ വിശ്വാസമില്ലായ്മ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് അഫർമേഷൻസ്, സ്ഥിരീകരണങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ പണം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പണമില്ല, പണം കിട്ടാൻ പാടാണ്, പണം ബുദ്ധിമുട്ടാണ്, ആ തരത്തിലുള്ള അഫർമേഷൻസ് പറയണേക്കാളും എത്രയോ ബെറ്ററാണ് എനിക്കിന്ന് ധാരാളം പണമുണ്ട്, ഞാനൊരു പണക്കാരനാണ്, എനിക്ക് പല വഴികളിലൂടെ പണം വന്നുകൊണ്ടേയിരിക്കുന്നു, ഇന്ന് വരെ ലഭിച്ച എല്ലാ പണത്തിനും ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. സോ നല്ല നല്ല അഫർമേഷൻസ് പറയാം. എന്തിന് പകരം നെഗറ്റീവായിട്ട് ചിന്തിച്ച് ആ ബിലീഫിൽ നിൽക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് റീപ്ലേസ് ചെയ്യാം. സോ യൂസ് മോർ അഫർമേഷൻസ്.
ഏഴാമത്തെ മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റാച്ച് ഫ്രം ഔട്ട്കം. ഫലത്തെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഫലത്തെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, സോ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഫലത്തെപ്പറ്റി നിങ്ങൾ മറന്നേര്. നോ വറീസ്, ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. ആ പ്രോസസ്സിൽ വിശ്വസിക്കൂ. നമുക്ക് പലപ്പോഴും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പം നമ്മളൊരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ കുട്ടിയുണ്ടെങ്കിൽ, നമ്മുടെ മകനുണ്ടെങ്കിൽ പറയും, അച്ഛ വീടെത്താറായോ, അച്ഛ വീടെത്താറായോ, അച്ഛ വീടെത്താറായോ, എപ്പോൾ എത്തും, എപ്പോൾ എത്തും, എപ്പോൾ എത്തും. സോ ആ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ ടു അറ്റാച്ച്ഡാണ് അല്ലേ? സോ ഒരിക്കലും നമ്മുടെ ഔട്ട്കമ്മിനെ കുറിച്ച് അറ്റാച്ച് ആവരുത്. അവിടെ നിന്ന് എത്രമാത്രം ഡിറ്റാച്ചായി നിൽക്കാൻ പറ്റുമോ ഡിറ്റാച്ചായി നിൽക്കുക. സോ ട്രസ്റ്റ് ദ പ്രോസസ്സ്. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നന്നായിട്ട് വിശ്വസിക്കുക. നമുക്കറിയാം ഉറപ്പായിട്ടും നമ്മൾ അവിടെ എത്തുമെന്ന്. നമുക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഔട്ട്കമ്മിനെ കുറിച്ച് ചിന്തിച്ച് അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നതും എനർജി സ്പെൻഡ് ആവുന്നതും. സോ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഔട്ട്കമ്മിൽ നിന്നും ഡിറ്റാച്ച് ആവാൻ പറ്റുമോ അത്രത്തോളം ഡിറ്റാച്ച് ആവും. ഇനി നമുക്ക് എട്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നല്ല പോലെ ആക്ഷൻ എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വപ്നം, നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. സോ നിങ്ങൾ എത്രമാത്രം അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രീവിയസ് ആയിട്ട് പറഞ്ഞ 7 സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആവും. സോ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റും. നിങ്ങൾ ഈ 8 സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോഴും ഒരു പക്ഷേ ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഒരു മേജർ ഷിഫ്റ്റിംഗ് പോയിന്റ്. ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ 80% മൈൻഡ് സെറ്റും 20% ആക്ഷനാണ് വേണ്ടത്. നോർമലി ആൾക്കാരെല്ലാം ചെയ്യുന്നത് എന്താ വെച്ചാൽ 80% ആക്ഷനും 20% മൈൻഡ് സെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. ചുമ്മാ നമ്മൾ കഠിനാധ്വാനം ചെയ്യും, പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല. ബിക്കോസ് മൈൻഡ് സെറ്റ് ശരിയല്ല. പക്ഷെ മൈൻഡ് സെറ്റ് ശരിയാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ വേഗം മാനിഫെസ്റ്റ് ആവും. ചെയ്തു നോക്കൂ. നിങ്ങൾ വെറുതെ പറയുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയേ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. 80% മൈൻഡ് സെറ്റും 20% ആക്ഷനും എടുത്താൽ മതി, മാറും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ആക്ഷൻ എടുക്കണം? നമുക്കൊരു വിഷൻ ഉണ്ടാവും. ആ വിഷൻ, അതുപോലെ നമ്മളെ എഫേർട്ട്, ഈ വിഷനും എഫേർട്ടും ഒരേ അലൈൻഡ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കണം. സോ ഇവിടെ വിഷൻ വേറെ, നമ്മൾ എടുക്കുന്ന എഫേർട്ട് വേറെ ആണെങ്കിലോ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ വിഷനും നമ്മുടെ എഫേർട്ടും ഒരേ അലൈൻഡ് ആണെങ്കിൽ വളരെ വേഗം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന് ഇഷ്ടമുള്ള എന്താ അറിയോ? നല്ല മൊമെൻ്റമാണ് ഇഷ്ടം. നന്നായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുമെങ്കിൽ വളരെ വേഗം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പോൾ മനസ്സിലാക്കുക, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറുതെ വിഷ്വലൈസേഷനോ അഫോർമേഷനോ ഗ്രാറ്റിറ്റ്യൂഡോ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം നടക്കില്ല. അതിന് വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആക്ഷനും കൂടെ എടുക്കുക. ഇനി 9ാമത്തെ മേജറായിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ചുറ്റും മാക്സിമം പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റുപാടിനെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ എനർജി ഉണ്ടാവുന്നത്. നിങ്ങളുടെ ചുറ്റുപാട് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള എനർജി ഫീൽഡാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി നെഗറ്റീവ് ആവും. ബട്ട് നിങ്ങളുടെ ചുറ്റും നല്ല പോസിറ്റിവിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ വളരെ വേഗം ആ ചുറ്റുപാടുള്ള പോസിറ്റിവിറ്റിയും നിങ്ങളുടെ പോസിറ്റിവിറ്റിയും സിങ്ക് ആവും. വളരെ വേഗം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളും എപ്പോഴും ആ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുക. ആ ഒരു എനർജി എപ്പോഴും ഹൈ ലെവലിൽ കീപ്പ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാട്ട്സ് യുവർ ട്രൈബ് ദാറ്റ്സ് യുവർ വൈബ്. നിങ്ങൾ ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വൈബ്രേഷനും. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിങ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ആ ഡിവൈൻ ടൈമിങ്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ടെൻഷൻ ആവണ്ട, ഒന്നിനെക്കുറിച്ചും വെപ്രാളപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ട. കാര്യം, നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് റിലാക്സ് ആൻഡ് ബിലീവ്. ജസ്റ്റ് വിശ്രമിക്കുക,
അതിനോടൊപ്പം വിശ്വസിക്കുക. നിങ്ങളുടെ സമയമാകുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തും. ഇനി സമയം ആരാ നിശ്ചയിക്കുന്നത്? അത് നിങ്ങളാ. നിങ്ങൾ എത്രമാത്രം വിശ്വാസത്തിലാണ്, നിങ്ങൾ എത്രമാത്രം അലൈൻഡ് ആണ്, നിങ്ങൾ എത്രമാത്രം ആ ഒരു ഫ്രീക്വൻസി ലെവലിലാണ്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ആഗ്രഹം എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 10 സ്റ്റെപ്പുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇത് നടന്നില്ലെങ്കിൽ യൂട്യൂബിലൊന്ന് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ ഈ 10 പ്രോസസ്സ് അല്ലെങ്കിൽ 10 സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് ഞാൻ നോക്കിയിട്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടന്നില്ല എങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ 100% ഉറപ്പ് നൽകുന്നു, ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം മാറും. ബിക്കോസ് ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് യൂട്യൂബിലൂടെ നിങ്ങളെ ഓരോരുത്തർക്കും, എൻ്റെ ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു.